ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചീനി പുഴുത് കൊണ്ടുവന്നു. നമ്മൾ ചീനി പൊളിച്ച് വൃത്തിയാക്കി വെച്ചു. നമ്മൾ ചീനിയൊക്കെ വൃത്തിയാക്കി ഇതാ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് നേരെ അടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ ചീനി അടുപ്പിൽ കയറി എന്താ ചീനി അടുപ്പിൽ കയറി പടക്കോന്ന് വേവും, പെട്ടെന്ന് വേവണം ചീനി ആട്ടത്. വെള്ളം കുറവായി കൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം. മതി, വെള്ളം അത്ര മതി കേട്ടോ. നമ്മളെ മുളക് ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. മുളക് കാത്തിരിക്കുകയാണ് അതിനെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി. ഇപ്പോഴും നമ്മളെ ചീനി ഒന്ന് ഇളക്കിയിടാം. ചീനി ഒന്ന് ഇളക്കിയിടാം കേട്ടോ. ഇത് ഇത്രയും വലുതാക്കി ഇട്ടതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കലങ്ങിപ്പോകും. അതേകൊണ്ടാണ് ഇത്രയും വലുതാക്കിയിട്ടത്. ഇപ്പം മുളക് പൊട്ടാൻ തയ്യാറായിരിക്കുന്നു. മുളക്, തേങ്ങ, ഉള്ളി, പിന്നെ കറിവേപ്പ് ഇതെല്ലാം കൂടെ പൊട്ടാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പം മിക്സി ഒരുങ്ങിയിരിക്കുകയാണ് ഏമാരെ തകർക്കാൻ. ഇപ്പം കൂട്ടത്തിൽ പുളി അവനും വന്ന് കയറി പൊട്ടാൻ തയ്യാറായവൻ. അപ്പോൾ ആ കൂട്ടത്തിൽ ഉപ്പും വന്നു. ഇപ്പോൾ ഉപ്പും കൂടെ എല്ലാം റെഡിയായി ഇരിക്കുകയാണ്. ഇനി മിക്സി ഒന്ന് റെഡിയായാൽ മതി. അപ്പം ജാറ് റെഡിയായി, മിക്സി ഒരുങ്ങി. അപ്പം അപ്പോൾ നമ്മളെ മുളക് ചമ്മന്തി റെഡി. തേങ്ങ അരച്ചില്ലെങ്കിൽ ഒടുക്കത്തെ എരിയാണ്, അതാണ് തേങ്ങ അരച്ചത്. അതിൽ ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ പണി പാടും. ഭയങ്കര എരിയുള്ള മുളകാണ്. ചുമ്മാ അപ്പോഴെല്ലാം കൂടെ മിക്സ് ചെയ്യുക. മിക്സ് നടന്ന് ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഇപ്പം നമ്മളെ ചീനി ഇതാ റെഡിയായി. ഇനി അത് വെള്ളം വറ്റിച്ചാൽ മതി. ഇപ്പം നമ്മളെ വെള്ളം ഊറ്റിക്കളയുന്നു.
അടുത്ത കഞ്ഞി കലം കയറ്റി, ചോറ് വയ്ക്കാൻ കലം കയറ്റി. ഇപ്പം ചീനി റെഡിയായി, ചമ്മന്തി റെഡിയായി. ഇനി അടുത്തത് വേണ്ട കട്ടൻ ചായക്കുള്ള പരിപാടിയാണ്. കട്ടൻ ചായ റെഡിയാവട്ടെ. പുഴമീൻ ഫ്രൈ കണ്ട, അത് റെഡിയായിരിക്കുകയാണ്. ചീനി, ചമ്മന്തി, ഇന്നലത്തെ മീൻകറി എല്ലാം കൂടെ അടിപൊളി ചീനി. എല്ലാം നല്ല പുട്ടുപോലുണ്ട്. അതാണ് ഇത്രയും വലുതാക്കി കട്ട് ചെയ്തിട്ടത്. അല്ലെങ്കിൽ കടയിൽ പോകും, പെട്ടെന്ന് വരും. അങ്ങനത്തെ ചീനിയാണ്. കണ്ട, നല്ല പുട്ടുപോലെ വെന്തുണ്ട്. സോഫ്റ്റ് ചീനിയാണ്. ഇനി ഒരു ഐറ്റം കൂടെ പറഞ്ഞാൽ കട്ടൻ ചായ, അതിപ്പോൾ വരും. കട്ടൻ ചായ വന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായി ഞങ്ങളെ വീഡിയോ അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം. നന്ദി.